കേരളത്തിലെ 14 ജില്ലകളിലായി ലക്ഷക്കണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത്. ഇതിൽ ഏറ്റവും അധികം പേർ ജീവിക്കുന്നതാകട്ടെ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിലും ആലുവയിലുമാണ്. ഇവരാരെന്ന് നോക്കിയാൽ അന്യസംസ്ഥാന തൊഴിലാളികളെന്ന വ്യാജേന ബംഗ്ലാദേശിൽ നിന്ന് നാടുകടത്തപ്പെട്ട കൊടും ക്രിമിനലുകളും മറ്റുമാണ് ഇക്കൂട്ടത്തിലുള്ളത്. ഓരോ ദിവസവും നിരവധി പേർ പുതുതായി എത്തുന്നതുകൊണ്ട് തന്നെ ഇക്കൂട്ടർ കേരളത്തിൽ എത്രയാണുള്ളതെന്ന് കൃത്യമായി കണക്കെടുക്കുകയും സാധ്യമല്ല. ഇതുമാത്രമല്ല, ഇവർക്ക് കേരളത്തിൽ വ്യാജ ഐഡന്റിറ്റി കാർഡ് തരപ്പെടുത്തി നൽകുന്ന സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. ബംഗ്ലാദേശിൽ നിന്ന് ബംഗാളിലും ആസാമിലും എത്തുകയാണെങ്കിൽ അവിടെ തന്നെ ഇവർക്ക് വ്യാജ ആധാർ കാർഡുകൾ തയ്യാറാക്കി നൽകുന്ന സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ പെരുമ്പാവൂരിലും ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ്. പെരുമ്പാവൂരിൽ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ചു നൽകുന്നതായി കണ്ടെത്തിയത് 3 മൊബൈൽ സ്ഥാപനങ്ങളെയാണ്. ഇതെങ്ങനെയെന്ന് വെച്ചാൽ സിം കാർഡ് എടുക്കാൻ വരുന്നവരുടെ ആധാർ കാർഡ് സ്കാൻ ചെയ്ത് മറ്റുള്ളവരുടെ പേരിൽ വ്യാജ കാർഡ് നിർമ്മിക്കുന്ന സംഘമാണ് പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. പെരുമ്പാവൂർ ASPയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ഇതുപോലുള്ള വ്യാജ തിരിച്ചറിയൽ രേഖകളുമായി 3 അന്യസംസ്ഥാന തൊഴിലാളികളെയാണ് അറസ്റ്റ് ചെയ്തത്. കേരളത്തിലൊട്ടാകെ ലഹരി കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പെരുമ്പാവൂരിൽ പരിശോധന കൂടുതൽ ശക്തിപ്പെടുത്താനാണ് പോലീസ് തീരുമാനം. കഴിഞ്ഞ ദിവസം വരെയുള്ള കണക്കനുസരിച്ച് 32 ലഹരി കേസുകളാണ് ക്ലീൻ പെരുമ്പാവൂർ പദ്ധതിയുടെ ഭാഗമായി പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.